ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ്. അതായത് നമ്മൾ ഈ അക്കൗണ്ടിങ് സബ്ജക്റ്റ് പഠിക്കുമ്പോൾ പല സ്ഥലത്ത് പലയിടത്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒന്നാമത്തെ ടേമാണ് എൻറ്റിറ്റി. എൻറ്റിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ഥാപനം എന്നേ ഉള്ളൂ. എൻറ്റിറ്റി മീൻസ് എ റിയാലിറ്റി ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉള്ള വേറെ തന്നെ ഒരു നിലനിൽപ്പുള്ള ഒരു സ്ഥാപനം. അതിനാണ് എൻറ്റിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിസിനസ് എൻറ്റിറ്റി മീൻസ് എ സ്പെസിഫിക്കലി ഐഡൻറ്റിഫയബിൾ ബിസിനസ് എൻ്റർപ്രൈസ്. എന്താണ് സ്പെസിഫിക് ആയിട്ട് വേറെ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ബിസിനസ് സ്ഥാപനം, അതിനെയാണ് എൻറ്റിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബിസിനസ് വേറെയാണ്, ബിസിനസ് നടത്തുന്ന ഓണേഴ്സ് വേറെയാണ്. ബിസിനസ്സിന് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു എക്സിസ്റ്റൻസ് ഉണ്ട്, ഒരു നിലനിൽപ്പുണ്ട് എന്ന് പറയുന്ന ഒരു ടേമാണ് എൻറ്റിറ്റി. നെക്സ്റ്റ് ടേം ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ബാധ്യത എന്നാണ് അർത്ഥം. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിന് അവരുടെ ഫണ്ട് കൊണ്ട് തന്നെ പ്രവർത്തിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവർ വേറെ ഏതെങ്കിലും ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ഒക്കെ ഫണ്ട് കടമെടുക്കേണ്ടതായിട്ട് വരും. അതും അല്ലെങ്കിൽ അവർക്ക് കയ്യിൽ ഫണ്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കടത്തിന് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അവിടെ ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ച് അവർക്ക് പിന്നീട് ഒരു ഡേറ്റിൽ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു എമൗണ്ടാണ്, ഒരു ബാധ്യതയാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കാര്യങ്ങളെയാണ് ലയബിലിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലയബിലിറ്റീസ് ആർ ഒബ്ലിഗേഷൻസ് ഓർ ഡെറ്റ് ദാറ്റ് ആൻ എൻ്റർപ്രൈസ് ഹാസ് ടു പേ അറ്റ് സം ടൈം ഇൻ ദി ഫ്യൂച്ചർ. ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഒബ്ലിഗേഷൻസ് ആണ്, അതായത് ബാധ്യതയാണ്, അല്ലെങ്കിൽ ഡെറ്റാണ്, കടവാണ്. അതൊരു സ്ഥാപനം ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഫ്യൂച്ചർ ഡേറ്റിൽ ഇപ്പം നമുക്കത് കടവായിട്ട് കിട്ടിയതാണ്. ഫ്യൂച്ചർ ഡേറ്റിൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ഇങ്ങനെ വരുന്ന ബാധ്യതകളെയാണ് ലയബിലിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടേമാണ് എക്സ്പെൻസസ്. Cost incurred by a business in the process of earning revenue are known as expenses. അതായത് റവന്യൂ ഏൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന കോസ്റ്റുകൾ, അതിനാണ് എക്സ്പെൻസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടേമാണ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ്സിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ട്, അതിനാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ദി ഫേം ഈസ് നോൺ ആസ് ക്യാപിറ്റൽ. അതായത് ഓണർ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്, അതിനെയാണ് ക്യാപിറ്റൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മേ ബി ബ്രോട്ട് ഇൻ ദി ഫോം ഓഫ് ക്യാഷ് ഓർ അസറ്റ്സ് ബൈ ദി ഓണർ ഫോർ ദി ബിസിനസ് എൻറ്റിറ്റി. അത് ക്യാഷായിട്ട് മാത്രമല്ല അസറ്റായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാം. Capital is an obligation and a claim on the assets of the business. It is therefore shown as capital on the liability side of the balance sheet. Capital എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ലയബിലിറ്റിയാണ്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എൻറ്റിറ്റി എന്ന് പറയുന്ന ടേമിൽ ബിസിനസ്സിന് സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ആണുള്ളത് എന്ന്. അതായത് ബിസിനസ് വേറെയാണ്, ബിസിനസ്സിൻ്റെ ഓണർ വേറെയാണ്. അപ്പോൾ ആ ഒരു സെൻസിൽ ഈ ബിസിനസ് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഫണ്ടിനോട് കടപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അവർക്ക് എന്താണ്, ഒരു ബാധ്യതയാണ്, ഓണർക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ളൊരു ഫണ്ടാണ്. അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ലയബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ഓണർ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട്, അതാണ് ക്യാപിറ്റൽ. അടുത്ത ടേം റവന്യൂ. ദീസ് ആർ ദി എമൗണ്ട്സ് ഓഫ് ബിസിനസ് ഏൺഡ് ബൈ സെല്ലിംഗ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ഓർ പ്രൊവൈഡിങ് സർവീസസ് ടു കസ്റ്റമേഴ്സ്. റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനം എന്നാണ് അർത്ഥം, ബിസിനസ്സിൻ്റെ വരുമാനം, അതിനെയാണ് റവന്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വരുമാനം എങ്ങനെയാണ് ബിസിനസ്സിന് കിട്ടുന്നത്? ഒന്നെങ്കിൽ അവരുടെ ഗുഡ്സ് വിറ്റുകൊണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സേവനങ്ങൾ മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാവാം. സാധനങ്ങൾ വിറ്റുകൊണ്ടോ അല്ലെങ്കിൽ സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടോ അവർക്ക് കിട്ടുന്ന വരുമാനം, അതിനെയാണ് റവന്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റവന്യൂ ഈസ് ഓൾസോ കോൾഡ് ഇൻകം.
അടുത്തൊരു ടേമാണ് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാലും ചെലവ് എന്ന് തന്നെയാണ് അർത്ഥം. ഈ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മറ്റേത് റവന്യൂ എക്സ്പെൻഡിച്ചർ. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മിഷനറി വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു ഫർണിച്ചർ വാങ്ങുന്നു. അപ്പോൾ ആ മിഷനറി കൊണ്ടും ഫർണിച്ചർ കൊണ്ടും ഒരു കമ്പനിക്ക് ഉണ്ടാവുന്ന ബെനഫിറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ളതല്ല, ഒരുപാട് നാളത്തേക്കുള്ളതാണ്. ഇപ്പം മിഷനറി വാങ്ങിയാലും ഫർണിച്ചർ വാങ്ങിയാലും നമുക്ക് അന്നേരം എന്താണ്, നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് പുറത്തോട്ട് പോകുന്നുണ്ട്, നമുക്കപ്പോൾ ചിലവാണ് ഉണ്ടാവുന്നത്. പക്ഷേങ്കിൽ അങ്ങനെ ഉണ്ടാവുന്ന ചിലവുകൾ കൊണ്ട് നമുക്കുണ്ടാവുന്ന ബെനഫിറ്റ് അത് ഒന്നിൽ കൂടുതൽ വർഷത്തോട്ട് നിലനിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇപ്പം മിഷനറി എന്ന് പറയുന്നതും ഫർണിച്ചർ എന്ന് പറയുന്നതും അസറ്റാണ്. അതിനെ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും കൂടി വിളിക്കുന്നു. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് എക്സ്പെൻസ് ആണ്. റവന്യൂ ഏൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു കമ്പനിക്ക് ഉണ്ടാവുന്ന എക്സ്പെൻസ്, അതിൻ്റെ ബെനിഫിറ്റ് ഒരു വർഷത്തിലേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ എക്സ്പെൻഡിച്ചർ, സ്പെൻഡിങ് മണി ഓർ ഇൻകറിങ് എ ലയബിലിറ്റി ഫോർ സം ബെനിഫിറ്റ്, സർവീസ് ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ഈസ് കോൾഡ് എക്സ്പെൻഡിച്ചർ. എന്താണ്? എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു സർവീസ് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കുണ്ടാവുന്ന ചിലവുകൾ, അതിനെയാണ് എക്സ്പെൻഡിച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പർച്ചേസ് ഓഫ് ഗുഡ്സ്, പർച്ചേസ് ഓഫ് മെഷീനറി, പർച്ചേസ് ഓഫ് ഫർണിച്ചർ എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് എക്സ്പെൻഡിച്ചർ. ഗുഡ്സ് വാങ്ങുന്നത്, മെഷീനറി വാങ്ങുന്നത്, ഫർണിച്ചർ വാങ്ങുന്നത്, ഇതൊക്കെ എന്താണ്? എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിൾസ് ആണ്. ഇഫ് ദി ബെനിഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ഈസ് എക്സ്ഹോസ്റ്റഡ് വിത്തിൻ എ ഇയർ, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എക്സ്പെൻസ്, ഓൾസോ കോൾഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഒരു എക്സ്പെൻഡിച്ചർ കൊണ്ടുണ്ടാവുന്ന ബെനിഫിറ്റ് അത് ഒരു വർഷത്തിൽ ഇല്ലാതാവുകയാണെങ്കിൽ അതിനെ നമ്മൾ എക്സ്പെൻസ് എന്നാണ് വിളിക്കുന്നത്. അതിന് വിളിക്കുന്ന വേറൊരു പേരാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഓൺ ദി അതർ ഹാൻഡ്, ദി ബെനിഫിറ്റ് ഓഫ് ആൻ എക്സ്പെൻഡിച്ചർ ലാസ്റ്റ് ഫോർ മോർ ദാൻ എ ഇയർ, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ അസറ്റ്. ഒരു എക്സ്പെൻഡിച്ചർ കൊണ്ടുണ്ടാവുന്ന ബെനിഫിറ്റ് അത് ഒന്നിൽ കൂടുതൽ വർഷത്തോട്ട് നിലനിൽക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിനെ വേറൊരു പേര് വിളിക്കുന്നു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, സച്ച് ആസ് പർച്ചേസ് ഓഫ് മിഷനറി, ഫർണിച്ചർ. മിഷനറി വാങ്ങുന്നത്, ഫർണിച്ചർ വാങ്ങുന്നത്, ഇതൊക്കെ എന്താണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. മിഷനറി വാങ്ങി, ഫർണിച്ചർ വാങ്ങി എന്ന് പറഞ്ഞാൽ മിഷനറി, ഫർണിച്ചർ ഇതൊക്കെ അസറ്റായിട്ടാണ് കാണിക്കുന്നത്. അടുത്ത ടേമാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് വെച്ചാൽ ലാഭം. ദി എക്സസ് ഓഫ് റവന്യൂ ഓഫ് എ പീരീഡ് ഓവർ ഇറ്റ്സ് റിലേറ്റഡ് എക്സ്പെൻസസ് ഡ്യൂറിങ് ആൻ അക്കൗണ്ടിങ് ഇയർ ഈസ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? റവന്യൂ എക്സ്പെൻസിനേക്കാളും കൂടുമ്പോഴാണ് പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. ഓക്കെ, വരുമാനം ചെലവിനേക്കാൾ കൂടുന്ന സമയത്ത് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ലോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സ്പെൻസ്, ചെലവ് ഈ റവന്യൂവിനെക്കാട്ടിലും കൂടിയിട്ടുണ്ടെങ്കിൽ ലോസ് ഉണ്ടാവും. അപ്പം റവന്യൂ കൂടുതലാവുന്ന സമയത്ത് പ്രോഫിറ്റും, എക്സ്പെൻസ് റവന്യൂവിനേക്കാൾ കൂടുതലാവുന്ന സമയത്ത് ലോസും ഉണ്ടാവുന്നു. ഓക്കെ, അടുത്ത ടേമാണ് ഗെയിൻ. ഗെയിൻ എന്ന് വെച്ചാൽ നേട്ടം എന്നാണ് അർത്ഥം. എ പ്രോഫിറ്റ് ദാറ്റ് എറൈസസ് ഫ്രം ഇവൻറ്റ്സ് ഓർ ട്രാൻസാക്ഷൻസ് വിച്ച് ആർ ഇൻസിഡൻ്റൽ ടു ബിസിനസ്, such as sale of fixed asset, winning of a court case, appreciation in the value of an asset. അതായത് ഒരു കമ്പനിക്ക് ഉണ്ടാവുന്ന നേട്ടം, അതിനെയാണ് ഗെയിൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴാണ്? ഫിക്സഡ് അസറ്റ് വിൽക്കുമ്പോൾ. അതായത് ഇപ്പം 3 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഒരു അസറ്റ് 5 ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ പറ്റിയാൽ 2 ലക്ഷം രൂപ ഗെയിനാണ്. അതുപോലെ തന്നെ ഒരു കോർട്ട് കേസൊക്കെ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്രീസിയേഷൻ ഇൻ ദി വാല്യൂ ഓഫ് ആൻ അസറ്റ്, അസറ്റിൻ്റെ വാല്യൂവിൽ ഉണ്ടാവുന്ന വർധനവ്. ഓക്കെ, പണ്ട് 3 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ഒരു അസറ്റായിരുന്നു, അതിൻ്റെ വാല്യൂ ഇപ്പോൾ 5 ലക്ഷം രൂപ ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്ന സമയത്തും അവിടെ എന്താണ്? ഗെയിനാണ് ഉണ്ടാവുന്നത്, നേട്ടമാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പം ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂവിൽ ഉണ്ടാവുന്ന വർധനവ് അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് വിൽക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന നേട്ടം, ഇതിനെയൊക്കെയാണ് ഗെയിൻ എന്ന കാറ്റഗറിയിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തുന്നത്. അടുത്ത ടേമാണ് ഡിസ്കൗണ്ട്.
ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്ന പോലെ നമ്മളിപ്പം ഒരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഇത്ര രൂപ ഇളവ് കിട്ടി, ഡിസ്കൗണ്ട് കിട്ടി എന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പോൾ അത് തന്നെയാണ് ഡിസ്കൗണ്ട്. ഇവിടെ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഡിസ്കൗണ്ടിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ട്രേഡ് ഡിസ്കൗണ്ട് എന്നും ക്യാഷ് ഡിസ്കൗണ്ട് എന്നും. നോർമലി നമുക്കൊക്കെ കിട്ടുന്ന ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് ട്രേഡ് ഡിസ്കൗണ്ട് ആണ്. അതായത് ഇപ്പം നമ്മളൊരു കടയിൽ പോയിട്ട് 100 രൂപയുടെ സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനവർ 10% ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ 100 രൂപയുടെ 10% 10 രൂപ, അതാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ആ 10 രൂപ കുറച്ചിട്ട് ബാക്കി 90 രൂപ മാത്രം നമ്മൾ അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഈ ബയേഴ്സിന് നൽകുന്ന ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഹോൾസെയിലേഴ്സ് ഇത് റീറ്റെയിലേഴ്സിനും, റീറ്റെയിലേഴ്സ് അത് കസ്റ്റമേഴ്സിനും കൊടുക്കും. അടുത്തതാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡെറ്റർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അതായത് നമ്മളിപ്പം നമ്മുടെ കമ്പനി വേറൊരു കമ്പനിക്ക് സാധനം കടത്തിന് വിൽക്കുകയാണെങ്കിൽ, ക്യാഷ് പേയ്മെൻ്റ് അല്ല, കടമായിട്ട് ക്രെഡിറ്റ് ആയിട്ടാണ് സാധനം വിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ വിൽക്കുന്ന കമ്പനീനെ ഡെറ്റർ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വിൽക്കുന്ന കമ്പനി ഡെറ്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനി വേറൊരു കമ്പനിക്ക് സാധനം കടത്തിന് വിറ്റു, കടത്തിനാണ് വിൽക്കുന്നത്. അപ്പം അവർ ഫ്യൂച്ചർ ഡേറ്റിൽ എന്ത് ചെയ്യണം, നമുക്ക് പൈസ തരണം അല്ലേ. അങ്ങനെ ഇന്ന ഡേറ്റിൽ പൈസ തന്നോളാം എന്നുള്ള എഗ്രിമെൻറ്റിലാണ് നമ്മൾ അവർക്ക് സാധനം വിൽക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞ ഡേറ്റിൽ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പായിട്ടോ ഞാനും ആ പേയ്മെൻറ്റ് തരുവാന്നുണ്ടെങ്കിൽ, ആ പൈസ നമുക്ക് തരുവാന്നുണ്ടെങ്കിൽ അന്നേരം നമ്മളൊരു ചെറിയ എമൗണ്ട് ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് നമ്മൾ ആ പൈസ വാങ്ങുന്നത്, ബാക്കി പൈസയാണ് വാങ്ങുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡെറ്റർക്ക് കൊടുക്കുന്ന ആ ഒരു ഡിസ്കൗണ്ടിനെയാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഡെറ്റർക്ക് കൊടുക്കുന്ന ഡിസ്കൗണ്ട്. എന്തിനു വേണ്ടിയിട്ട് ഈ ഡിസ്കൗണ്ട് കൊടുക്കുന്നത്? അവർ കറക്റ്റ് സമയത്ത് പൈസ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡിസ്കൗണ്ട് കൊടുക്കുന്നത്. അടുത്ത ടേമാണ് വൗച്ചർ. ദി ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ഈസ് നോൺ ആസ് വൗച്ചർ. അതായത് നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ, ഇടപാടുകൾ, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സാധനം വിറ്റിട്ടുണ്ടെങ്കിൽ അതിന് ബില്ലുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പോൾ എംപ്ലോയീസിന് സാലറി പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സാലറി സ്ലിപ്പ് ഉണ്ടാവും. ഇപ്പം ക്രെഡിറ്റിന്, കടത്തിനൊക്കെ സാധനം കൊടുക്കുകയോ വാങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന് അതിൻ്റേതായ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും. അപ്പം ഒരു ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എവിഡൻസ്, തെളിവുകളാണ് വൗച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടേമാണ് ഗുഡ്സ്. ഗുഡ്സ് എന്ന് വെച്ചാൽ സാധനങ്ങൾ എന്ന അർത്ഥമുള്ളൂ. ഇറ്റ് റെഫേഴ്സ് ടു പ്രൊഡക്ട്സ് ഇൻ വിച്ച് ദി ബിസിനസ് യൂണിറ്റ് ഈസ് ഡീലിംഗ്. ഒരു ബിസിനസ് ഡീല് ചെയ്യുന്ന പ്രൊഡക്റ്റ്, അതിനെയാണ് ഗുഡ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡ്രോയിങ്സ്. വിഡ്രോവൽ ഓഫ് മണി or goods by the owner from the business for personal use is known as drawings. Drawings reduces the investment of the owners. അതായത് ബിസിനസ്സിൻ്റെ ഓണർ ബിസിനസ്സിൽ നിന്നും അവരുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട്, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫണ്ട് വിഡ്രോ ചെയ്ത് പിൻവലിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഡ്രോയിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറയ്ക്കുന്ന ഒന്നാണ്. അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പൈസേനെ നമ്മൾ വിളിച്ചത് എന്താ? ക്യാപിറ്റൽ എന്നാണ്. അപ്പോൾ ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുന്ന ഒരു ഐറ്റമാണ്, ക്യാപിറ്റലിനെ കുറയ്ക്കുന്ന ഒരു ഐറ്റമാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. അടുത്ത ടേമാണ് പർച്ചേസസ്. പർച്ചേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? സാധനങ്ങൾ വാങ്ങുന്നത്. പർച്ചേസസ് ആർ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്യൂർഡ് ബൈ എ ബിസിനസ് ഓൺ ക്രെഡിറ്റ് ആൻഡ് ഓൺ ക്യാഷ്. ക്യാഷിനായിക്കോട്ടെ അല്ലെങ്കിൽ കടത്തിനായിക്കോട്ടെ, ക്രെഡിറ്റിനായിക്കോട്ടെ, ഒരു സ്ഥാപനം വാങ്ങുന്ന സാധനങ്ങൾ, അതിനെയാണ് പർച്ചേസസ് എന്ന് പറയുന്നത്. ഫോർ യൂസ് ഓർ സെയിൽ. അത് അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ വിൽക്കാൻ വേണ്ടിയിട്ടാകാം. അപ്പം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടോ അവരുടെ യൂസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിൽക്കാൻ വേണ്ടിയിട്ടോ ആയിട്ട് ഒരു സ്ഥാപനം ക്യാഷിനോ കടത്തിനോ വാങ്ങുന്ന ആയിട്ടുള്ള സാധനങ്ങളെയാണ് പർച്ചേസസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ടേമാണ് സ്റ്റോക്ക്. സ്റ്റോക്കിന് വേറൊരു പേരുമുണ്ട്, ഇൻവെൻ്ററി. സ്റ്റോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു വർഷത്തിൻ്റെ അവസാനം, ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം നോക്കുമ്പം അവിടെ വിറ്റ് പോവാത്തതായിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയും.
ആ ക്ലോസ് സ്റ്റോക്ക് എന്ന് പറയുന്നത് അടുത്ത വർഷം ആകുമ്പോഴത്തേനും എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് മാറും. അതായത് ഈ അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം ഒരു കമ്പനിയിൽ വിൽക്കാത്തതായിട്ട് അൺസോൾഡ് ഗുഡ്സ് ബാക്കി എന്തെങ്കിലും ഗുഡ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ക്ലോസ് സ്റ്റോക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത വർഷം അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ ക്ലോസ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്കായിട്ട് മാറുകയും ചെയ്യും. പിന്നെ ഇവിടെ 2 ടൈപ്പ് സ്ഥാപനങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഒന്ന് ട്രേഡിംഗ് കൺസേണും പിന്നെ രണ്ടാമത്തേത് മാനുഫാക്ചറിങ് കമ്പനിയും. ട്രേഡിംഗ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആളുകളാണ്. അതായത് വേറൊരു കമ്പനിയിൽ നിന്ന് പിന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുള്ള ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് വാങ്ങിയിട്ട് അത് വിൽക്കുന്ന സ്ഥാപനങ്ങൾ. മാനുഫാക്ചറിങ് കൺസേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർ വേറൊരു കമ്പനിയിൽ നിന്ന് റോ മെറ്റീരിയൽസ് വാങ്ങുന്നു, അസംസ്കൃത വസ്തുക്കൾ വാങ്ങുന്നു, എന്നിട്ട് അതിൻ്റെ മേലുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ട് അതൊരു ഫിനിഷ്ഡ് ഗുഡ്സായിട്ട് വിൽക്കുന്നു. അപ്പം ഈ 2 സ്ഥാപനങ്ങളിലും ക്ലോസ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഇപ്പം ട്രേഡിംഗ് കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താണ്, സാധനങ്ങൾ ഫിനിഷ്ഡ് ഗുഡ്സ് അതേപടി വാങ്ങിയിട്ട് വിൽക്കുന്ന സ്ഥാപനങ്ങൾ. അവിടെ ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം ബാക്കി എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഇങ്ങനെയുള്ള ഫിനിഷ്ഡ് ഗുഡ്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ അവിടെ എന്തുണ്ടാവും, റോ മെറ്റീരിയൽസിൻ്റെ ബാക്കി ഉണ്ടാവും, പകുതി സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് വരുന്ന ഐറ്റംസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് വരുന്ന ഐറ്റംസും ഉണ്ടാവും, അതിൻ്റെയൊക്കെ സ്റ്റോക്കും ഉണ്ടാവും അല്ലേ. അപ്പോൾ സ്റ്റോക്ക് ഈസ് എ മെഷർ ഓഫ് സംതിങ് ഓൺ ഹാൻഡ് ഗുഡ്സ്, സ്പെയർസ് ആൻഡ് അതർ ഐറ്റംസ് ഇൻ എ ബിസിനസ്. ഇറ്റ് ഈസ് കോൾഡ് സ്റ്റോക്ക് ഇൻ ഹാൻഡ്. In a trading concern, the stock on hand is the amount of goods which are lying unsold at the end of an accounting period. Is called closing stock അല്ലെങ്കിൽ ending inventory. അപ്പം എന്താണ്, ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം അവരുടെ കയ്യിൽ വിറ്റ് പോകാത്ത അൺസോൾഡ് ആയിട്ടുള്ള ഗുഡ്സിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇൻ എ മാനുഫാക്ചറിങ് കമ്പനി, ക്ലോസിംഗ് സ്റ്റോക്ക് കംപ്രൈസസ് റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പം നിർമ്മിക്കുന്ന സാധനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന കമ്പനീസ് ആകുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും, റോ മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്ക് ഉണ്ടാവും, കുറച്ച് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടുള്ള ഗുഡ്സിൻ്റെ സ്റ്റോക്ക് ഉണ്ടാവും, അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും സ്റ്റോക്ക് ഉണ്ടാവും. സിമിലർലി ഓപ്പണിംഗ് സ്റ്റോക്ക് ഈസ് ദി എമൗണ്ട് ഓഫ് സ്റ്റോക്ക് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ്. അപ്പം ക്ലോസ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ എന്താണ്, അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനത്തിലുള്ള സ്റ്റോക്കാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ തുടക്കത്തിലുള്ള സ്റ്റോക്കാണ്. അടുത്ത ടേമാണ് ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും രണ്ടും ക്രെഡിറ്റ് സെയിൽ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസൊക്കെ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ്. കടത്തിന് സാധനം വാങ്ങുകയും വിൽക്കും ചെയ്യുമ്പോഴാണ് ഈ ഡെറ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഉണ്ടാകുന്നത്. ഇപ്പം ഇങ്ങനെ വിചാരിക്കാൻ, നമ്മുടെ ഒരു കടയിൽ പോയിട്ട് സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടക്കാരൻ എന്ന് പറയുന്നത് ക്രെഡിറ്ററാണ്. കടയിൽ പോയിട്ട് സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കടക്കാരൻ ക്രെഡിറ്ററാണ്. ഇപ്പം ജസ്റ്റ് ഇമാജിൻ ചെയ്യാൻ, നമ്മൾ കടയിൽ പോയിട്ട് സാധനം വാങ്ങുന്നു, അപ്പോൾ കടക്കാരൻ ക്രെഡിറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് കയ്യിൽ പിടിക്കുന്നതായിട്ട് ചിന്തിക്കുക. അപ്പോൾ കടക്കാരൻ ആരാണ്, ക്രെഡിറ്ററാണ്. ഓക്കെ. അപ്പം നമ്മുടെ ബിസിനസ് വേറൊരു ബിസിനസ്സിൽ നിന്ന് സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർ ക്രെഡിറ്ററാണ് നമുക്ക്. ഈ ക്രെഡിറ്റർ എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്. ക്രെഡിറ്റർ ലയബിലിറ്റിയും ഡെറ്റർ അസറ്റുമാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പം വേറൊരു കമ്പനിയിൽ നിന്ന് സാധനം വാങ്ങുകയാണെങ്കിൽ നമ്മൾ അവർക്ക് ഫ്യൂച്ചർ ഡേറ്റിൽ പൈസ തിരിച്ചു കൊടുക്കണം. അപ്പം അതുകൊണ്ട് തന്നെ അതെന്താണ്, നമുക്ക് ബാധ്യതയാണ് അല്ലേ. ഇപ്പം നമ്മൾ കടത്തിന് സാധനം വാങ്ങി പിന്നീട് ഒരു ദിവസം നമ്മൾ ആ പൈസ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാണ്. അപ്പം ഒരു 50,000 രൂപയുടെ സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 50,000 രൂപ എന്ന് പറയുന്നത് എന്താണ്, ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ലയബിലിറ്റിയാണ്, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ കടത്തിന് സാധനം വിൽക്കുകയാണ്, കടത്തിന് സാധനം വിറ്റിട്ടുണ്ടെങ്കിൽ ഒരു 1,00,000 രൂപയുടെ സാധനം വിറ്റു, ഫ്യൂച്ചർ ഡേറ്റിൽ ആ 1,00,000 രൂപ നമുക്ക് തിരിച്ചു കിട്ടണം. അതുകൊണ്ട് തന്നെ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് ഡെറ്റേഴ്സിനെ കാണിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ടേമാണ് ട്രാൻസാക്ഷൻ.
ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടപാടുകൾ. ഒരു ബിസിനസ്സിൽ ഒത്തിരി കാര്യങ്ങൾ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് അല്ലേ? സാലറി കൊടുക്കുന്നു, കമ്മീഷൻ കിട്ടുന്നു, റെൻറ്റ് പേയ്മെൻറ്റ് നടത്തുന്നു, ഗുഡ്സ് ഒക്കെ വാങ്ങുന്നുണ്ട്, മെഷീനറി വാങ്ങുന്നുണ്ട്. അതൊക്കെ എന്താണ്? ട്രാൻസാക്ഷൻസ് ആണ്. ആൻ ഇവൻറ്റ് ഇൻവോൾവിങ് സം വാല്യൂ ബിറ്റ്വീൻ 2 or more entities. It can be purchase of goods, receipt of money, payment to a creditor, etc. അടുത്ത ടേമാണ് അസറ്റ്. അസറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആസ്തി. ഒരു കമ്പനിക്കുള്ള ക്യാഷ് ആവാം, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ആവാം, ബിൽഡിംഗ് ആവാം, ലാൻഡ്, ഇതൊക്കെ എന്താണ്? ആ കമ്പനിയുടെ ആസ്തിയാണ്. പ്രധാനമായിട്ടും രണ്ടായിട്ട് ഈ അസറ്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, കറണ്ട് അസറ്റ് എന്നും നോൺ കറണ്ട് അസറ്റ് എന്നും. ലാസ്റ്റ് ടേമാണ് സെയിൽസ്. സെയിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വിൽപ്പന. ഒരു കമ്പനിയുടെ സാധനങ്ങൾ വിൽക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടോ ആ കമ്പനിക്ക് എന്താണോ കിട്ടുന്നത് അതിനെയാണ് സെയിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെയിൽസ് ആർ ടോട്ടൽ റവന്യൂ ഫ്രം ഗുഡ്സ് ഓർ സർവീസസ് സോൾഡ് ഓർ പ്രൊവൈഡഡ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് സാധനങ്ങളോ സേവനങ്ങളോ വിൽക്കുന്നത് കൊണ്ട് അവർക്ക് കിട്ടുന്ന റവന്യൂ, അതിനെയാണ് സെയിൽസ് എന്ന് വിളിക്കുന്നത്. സെയിൽസ് മേ ബി ക്യാഷ് സെയിൽസ് ഓർ ക്രെഡിറ്റ് സെയിൽസ്. സെയിൽസ് എങ്ങനെയാവാം? ചിലപ്പോൾ ക്യാഷിനായിരിക്കും വിൽക്കുന്നത്, അല്ലെങ്കിൽ കടത്തിനായിരിക്കാം വിൽക്കുന്നത്.